ധാരാളം പണമുണ്ടാക്കിയ ഒരു വ്യക്തി ആനന്ദകരമായ രീതിയിൽ പണം ഉണ്ടാക്കിയ ആൾ ഒടുവില് ഈ പണം നോട്ട് അടുക്കാക്കിയിട്ട് കിടക്കുന്ന ബെഡിന്റെ താഴെ നോട്ട് അടുക്കാക്കി വെക്കുക. പിന്നെയും അതേമാതിരി പൈസ വരും. അയാൾക്കൊരു മകനുണ്ട്, നല്ല പുത്രൻ. ആ മകനോട് അച്ഛൻ പറഞ്ഞു, കുട്ടിക്കാലം മുതൽ, മോനെ അച്ഛന്റെ മാർഗത്തിലേക്ക് വാ, ഇതുപോലെ പൈസ ഉണ്ടാക്കാം. പയ്യൻ അതിൽ വാസനയില്ല. ഏത് കോളേജിലത്തെ അച്ഛൻ ചേർത്താ, സ്വാശ്രയ കോളേജ് ഒന്നും പറയണ്ട, ലോകത്ത് എവിടെ വേണമെങ്കിൽ പോയി പഠിപ്പിച്ചിട്ട് ആ ബിരുദം അങ്ങോട്ട് കിട്ടിയാൽ ഈ കാശ് മോനെ എത്തിക്കാൻ പറ്റും. അച്ഛൻ പറഞ്ഞു, മോന് താല്പര്യമില്ല, മോന് വേറൊരു കോളേജിൽ പഠിക്കണം. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുത്തു, മോനെ അച്ഛൻ ഈ പറഞ്ഞ കോളേജിൽ 4 പരീക്ഷ പാസ്സായാൽ മതി. കാര്യമായിട്ട് 3 പരീക്ഷയേ ഉള്ളൂ. 4ാമത്തെ പേപ്പറിൽ എനിക്ക് വലിയ മാർക്ക് കിട്ടിയില്ലെങ്കിലും ജയിക്കും. 10 മാർക്ക് 4ാമത്തെ പേപ്പറിൽ കിട്ടിയെങ്കിലും ജയിക്കും. 4 പേപ്പർ 3 കാര്യമായിട്ട് പഠിച്ചാൽ മതി. നീ പറഞ്ഞ കോളേജിലാണെന്നുണ്ടല്ലോ 8 സബ്ജക്ട് വിഷയം പഠിക്കണം. എന്നിട്ടോ വല്ല കാര്യമുണ്ടോ? അച്ഛൻ സ്നേഹം കൊണ്ടല്ലേ പറഞ്ഞത്. 8 വിഷയം എന്തിനാണ് നീ പഠിക്കണേ? എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാകട്ടെ 3 വിഷയം പഠിച്ചാൽ അച്ഛപ്പുണ്ടാക്കി വെച്ച പൈസ ഇരട്ടിയാണ്. ഈ അച്ഛനും മകനും തമ്മിലൊരു സംഘർഷം ഉണ്ടായി. അത് പുരാണ കഥയില് ഇതേ കഥ തിരിച്ചു പറയും. അച്ഛന്റെ പേര് ഹിരണ്യകശിപു. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ട് തലയണ പണിതാളെ. തന്നെ ബെഡിന്റെ മുകളില് പൈസയുടെ മുകളിൽ കിടക്കണ പോലെ തലയണ എന്താ? സ്വർണ. പുള്ളിക്കൊരു സഹോദരനുണ്ട്, ഹിരണ്യാക്ഷൻ. പേരെന്താ? സ്വർണത്തിലേക്ക് മാത്രം നോട്ടുള്ളൂ. എവിടെ 10 പൈസ വീഴും അതിലേക്ക് മാത്രം നോട്ടം. അവരെ പോലെ ആയിക്കോളാൻ പറഞ്ഞ പ്രസാദം പറയാണ്, അച്ഛ എടാ അച്ഛന്റെ യൂണിവേഴ്സിറ്റിയാണ് ഹിരണ്യ നമാ. യൂണിവേഴ്സിറ്റിയുടെ പേരാ. സ്വർണമാണ് ഏറ്റവും വലുതെന്ന്, പൈസയാണ് ഏറ്റവും വലുതെന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര്. കഥാരൂപത്തിൽ വന്നപ്പോ അല്ല, നാരായണായ നമ എന്നൊരു യൂണിവേഴ്സിറ്റി. എടാ അവിടെ 8 പേപ്പറുണ്ട്, ഞാനത് എഴുതിക്കോളാം. എന്താണ് 8 പേപ്പർ അവിടെ? പുരുഷാർത്ഥങ്ങൾ, പരമ പുരുഷാർത്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. 4 കാര്യങ്ങളെയാണ് നമ്മൾ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഹിരണ്യകശിപു ആവാൻ വേണ്ടിയിട്ട് ഈ 4 ധർമ്മം, അത്യാവശ്യം വേണ്ടുന്ന ധർമ്മമൊക്കെ നമുക്ക് അറിഞ്ഞു. നമ്മൾ ധർമ്മം അനുഷ്ഠിച്ചിട്ടല്ലേ ഇപ്പൊ ജീവിക്കണത്. സ്കൂളിൽ പോകണമെങ്കിൽ സമയത്ത് 10 മണിക്ക് എത്തിയില്ലേ? വേണ്ടുന്നത്ര ധർമ്മമൊക്കെ ഉണ്ട് ഇന്ത്യയില്. ഇതാണ് ധർമ്മം. അർത്ഥം, പൈസ. പൈസ ഉണ്ടാക്കാനല്ലേ അതൊക്കെ ചെയ്യണത്. പൈസ ഇല്ലാതെ ഏതെങ്കിലും നടത്താൻ പറ്റുമോ? കോളേജ് നടത്താൻ പറ്റുമോ? അപ്പൊ അതിൻ്റെതായുള്ള എക്കണോമിക്സ്.
പൈസയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3 കാമം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. കാമവികാരം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയില്ല ഇതൊക്കെ. അത്യാവശ്യം ധർമ്മമൊക്കെ അനുഷ്ഠിച്ചിട്ട് മുതലുണ്ടാക്കി നമ്മളുടെ ആഗ്രഹമൊക്കെ സാധിക്കണതോ ഉള്ള ജീവിതം സുഖമായി ജീവിക്കണം. പിന്നെ 4ാമത്തെ പേര് മോക്ഷം. അതിന് വലിയ മാർക്കില്ല, പാസ് മാർക്ക് വേണ്ട. ഇതൊക്കെ എന്തിനുകൊണ്ട് അവസാനം ചത്തുപോകും, അവിടെ കാര്യമില്ലല്ലോ. എളുപ്പത്തിലുള്ള 4 പേപ്പറാണ്. മകൻ പറയണം, അച്ഛ എനിക്ക് അപ്പുറത്ത് പഠിക്കണം. എന്തായാലും അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതല്ല. 2 പേപ്പറുണ്ട്. ഒന്ന് സാമാന്യ ധർമ്മം. ആ സാമാന്യ ധർമ്മത്തെക്കാൾ വലുത് ഉത്തരവാദിത്തപ്പെട്ട മാനുഷിക ധർമ്മം അവിടെ പഠിക്കണം. സാമാന്യ ധർമ്മത്തെ എപ്പോഴും നിയമം അതാണേ. ഇന്ന നിയമം അനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ ആർക്കൊന്നും പറയാനില്ല, തെളിവില്ലേ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ബാക്കിയുള്ളവർ പറയല്ലേ, തെളിവ് അവിടെ. അല്ല ഇങ്ങനെ മറ്റാളുടെ കരണക്കുറ്റിക്ക് അടിച്ച് കണ്ടവരുണ്ടോ? സാമാന്യ നിയമം. ധർമ്മത്തിൽ ദൈവീകമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും. 2 പേപ്പറുണ്ട്. നാരായണ യൂണിവേഴ്സിറ്റിയിൽ കഥ പറയുമ്പോ നമ്മൾ പറയാ നാരായണായ നമ എന്ന് പറഞ്ഞു, ഹിരണ്യായ നമ എന്ന് എന്റെ പേര് പറയാന്ന് പറഞ്ഞിട്ട് ഹിരണ്യകശു വേറെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇതിന്റെ മീനിങ് മനസ്സിലാക്കണം. അർത്ഥം എന്ന് പറഞ്ഞാൽ മുതലുണ്ടാക്കണം, ധനം വേണം. ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചൊരു അന്വേഷണം വേണം. 2ാമത്തെ പേപ്പർ മൊറാലിറ്റി അതിന്റെ കൂടെ വന്നു. ഇവിടെ ഒന്നുമില്ല. എന്ത് മൊറാലിറ്റി? കൂടെ പഠിക്കണ കുട്ടിയെ വരെ റാഗിങ്ങിന്റെ പേരിൽ കൊന്നാലും കുഴപ്പമൊന്നുമില്ല. അത് ചോദിക്കാം. മൊറാലിറ്റി എന്താണ് അർത്ഥം? ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഋഷീശ്വരന്മാര് നമുക്ക് എന്താ പറഞ്ഞു തന്നത്? അർത്ഥം. സാമ്പത്തിക ശാസ്ത്രം മാത്രം ഇവിടെ വളരെ എളുപ്പത്തിലൊരു പേപ്പർ ചെയ്യാൻ. കാമം. ഈ നാരായണ യൂണിവേഴ്സിറ്റിയിലെ കാമത്തിന് 2 പേപ്പർ. ഒന്ന് കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാമം, അത് വേണ്ടെന്നല്ല, കുറച്ച് കടുകട്ടി പേപ്പർ. അതാണ് അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തത്. നല്ലതാണ്. എടാ അതൊന്നും പഠിക്കാൻ പോലും വെക്കണ്ട, മുതൽ രക്ഷിക്കാൻ ഇത് മതി. കാമം 2 ഉണ്ട്. ആ 2 കാമം എന്താണ് ഒന്ന് ഞാൻ ലളിതമായിട്ടൊന്ന് പറഞ്ഞു. എനിക്കൊന്നിനോട് കാമം. ആ കാമം ഇങ്ങനെ കൂടി വരുന്തോറും ഞാൻ മെലിയോ തടിക്കോ? ലോകത്തിലെ ഏറ്റവും വലിയ ബംഗ്ലാവാണ് ഞാൻ പണിയണത്. ലോകത്തിലെ ഏറ്റവും വലുത് ബംഗ്ലാവ് പണിത് തീരുമ്പോഴേക്ക് ഞാൻ ഒരു അഴുക്കാം. അതല്ലേ സംഭവിക്കുക? കാമുകി എന്നുള്ള വിചാരമേ ഉള്ളൂ. എപ്പോഴും കാമുകിയെ പറ്റിയുള്ള ചിന്ത. കല്യാണം നടക്കുമോ? അവളെ സ്വന്താക്കാൻ പറ്റും? മെലിഞ്ഞു വരും. അമിതമായിട്ട് സുഖമുണ്ടാക്കണമെന്ന കാമം. ലഹരി വസ്തുക്കളോട്. ലഹരി വസ്തുക്കൾ ധാരാളം കഴിക്കുന്നതാണ് എന്താവും? മെലിഞ്ഞു വരും. ശിവൻ അംഗീകരിച്ച കാമം അതാവാം. ആ സമയത്ത് ആരോഗ്യകരമായി നന്നാവും, ശരീരത്തിന് പുഷ്ടി വരും. ദൈവവിശ്വാസം, ഭക്തി, മൊറാലിറ്റി, സദാചാരബോധം, ഇതിനോടാണ് കാമം. മറ്റേ കാമം വേണ്ടാന്നല്ല പറയുന്നത്. നാരായണായ നമയിൽ അതാണ് വരിക. മോക്ഷോ മരണം മാത്രമല്ല, മോഹങ്ങൾ മുഴുവൻ ക്ഷയിച്ച് മോക്ഷപ്രാപ്തിയെക്കുറിച്ചുള്ളൊരു പഠനം വേണം. അപ്പൊ 8 വിഷയം ശക്തമായിട്ട് പഠിക്കാനുള്ളതിന് പകരം നീ മുതലുണ്ടാക്കടാ എന്ന് മാത്രം ഹിരണ്യകശിപു പറഞ്ഞു.
ഇന്നത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥ ഏതിൽ വരും എന്ന് ചിന്തിക്കണം. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങളെ പറ്റി ചോദിച്ചാൽ എത്ര കുട്ടികൾക്ക് പറയാൻ അറിയുമെന്നൊന്നും എനിക്കറിയില്ല. ഹിരണ്യകശിപുവിന്റെയും നരസിംഹത്തിന്റെയും കഥയെപ്പറ്റി എത്രയോ ദിവസം വ്യാഖ്യാനിക്കേണ്ടതാണ്. ബാക്കി ഏതെങ്കിലും ഇന്നിപ്പോ ഈ കാമം രണ്ടുണ്ട്. ഒന്ന് ശിവൻ അംഗീകരിച്ച കാമമുണ്ട്. ആ സമയത്ത് നന്നാവും, ശരീരം നന്നാവും. എന്നാൽ ശിവൻ ഭസ്മീകരിച്ച കാമമുണ്ട്. ഉറക്കൊഴിക്കല്, അമിതാഹാരം, മദ്യപാനം ഒക്കെ അതിൽ വരും. വളരെ വിശദീകരിച്ച് ചിന്തിക്കാൻ പ്രേക്ഷകർക്ക് സാഹചര്യം ഉണ്ടായിക്കൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു.